എങ്ങനെ കാണുന്നു അതാണ് ശരിക്കും സെൽഫ് കൺസെപ്റ്റ്. അതനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ എന്നെ ഇങ്ങനെയാണോ കാണുന്നത് അങ്ങനെയാണ് എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നെ കാണുന്നത്. ഞാൻ എന്നെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ച് വളരെ നന്നായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ള ലോകം മുഴുവൻ എന്നെ അങ്ങനെ കാണുകയും, ഞാൻ എന്നെക്കുറിച്ച് മോശമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ ചുറ്റുപാടുകളും എല്ലാം എന്നെ അങ്ങനെ കാണുകയും ചെയ്യും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ സെൽഫ് കോൺസെപ്റ്റ്. കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മളൊരു മനുഷ്യൻ ജനിച്ചു കഴിയുമ്പോൾ നമ്മളൊരു പ്യുവർ സോളായിട്ടാണ് ജനിക്കുന്നത്. നമ്മുടെ ഉള്ളിലൊന്നുമില്ല, നമ്മുടെ തലച്ചോറിലൊന്നുമില്ല, നമ്മുടെ ചിന്തകളിലൊന്നുമില്ല. നമ്മൾ പ്യുവറായിട്ട് ജനിക്കുന്നു. നമ്മുടെ കുട്ടിക്കാലം, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു 7-8 വയസ്സ് കാലത്തോളം നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അത് കാരണം നമുക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ടാകുന്നു. പിന്നെ ആ വിശ്വാസങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കാലഘട്ടത്തിലെ ഒരു കുട്ടിയോട് നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ നിന്നെ കാണാൻ കൊള്ളത്തില്ല, നീ മോശമാണ്, നീ അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് നോർമലി കൂടുതലും പേരൻസ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമ്മുടെ തലയിൽ ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ആ ഒരു രീതിയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അവരുടെ അങ്ങനെ വളർന്നു വന്ന ഒരു മോശമായ കുട്ടിക്കാലമുള്ള കുട്ടികളെ കൂടുതലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ റിയാലിറ്റിയിൽ വരുന്ന എല്ലാ മനുഷ്യരും അവരോട് അങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. അത് കൂടുതലും അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാനുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതിലും ബെറ്റർ, നമ്മുടെ വിശ്വാസം എന്തോ അതിനനുസരിച്ചാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാം പ്രവർത്തിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള മനുഷ്യരെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളെയും അട്രാക്റ്റ് ചെയ്യുന്നു എന്നതിലുപരി അല്ലാത്തൊരു മനുഷ്യൻ വന്നാലും നമ്മുടെ ചിന്താഗതി എന്തോ അതിനനുസരിച്ചായിരിക്കും അവർ നമ്മളോട് പെരുമാറാൻ പോകുന്നത്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമ്മളോട് പെരുമാറാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ കാലത്തെ നമ്മുടെ തലയിലുണ്ടായ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. ഇത് ആരെയും ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനോ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കുറ്റപ്പെടുത്താനോ നമ്മളോട് അങ്ങനെ പെരുമാറിയവരെ കുറ്റപ്പെടുത്താനോ ഒന്നിനും വേണ്ടിയിട്ടല്ല.